നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ്റെ MA യൂസഫലി സാറ് ഇവിടുത്തെ അച്ഛന്മാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന 20 കോടിയുടെ ബിൽഡിങ്ങിൻ്റെ ഒന്നാം ഘട്ട വാർപ്പ് നടക്കുന്ന സ്ഥലത്താണ്. നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. കാരണം അമ്മമാർക്ക് വേണ്ടി യൂസഫലി സാർ മനോഹരമായൊരു ബിൽഡിങ് പണിഞ്ഞു തന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെ യൂസഫലി സാർ പ്രഖ്യാപിച്ചാണ് അച്ഛന്മാർക്ക് വേണ്ടി ഒരു പുതിയ മന്ദിരം കൂടെ സാറ് പണിഞ്ഞു തരുമെന്ന്. ഡിസംബർ 25-ാം തീയതിയാണ് സാറ് നമുക്ക് ഈ പുതിയ കെട്ടിടത്തിൻ്റെ കല്ലിടിയിൽ ചടങ്ങ് നടന്നത്. അതിനുശേഷം ഇത്ര ദിവസത്തിനകം നമ്മുടെ ഫൂട്ടിങ് വർക്ക് എല്ലാം കഴിഞ്ഞ് ഒന്നാം നിലയുടെ കോൺക്രീറ്റ് ഇന്ന് ചെയ്യാൻ സാധിച്ചു. നമുക്ക് കാലാവസ്ഥ വരെ വളരെ അനുകൂലമായ സാഹചര്യത്തിലാണ് നമുക്ക് ഭയങ്കരമായ മഴയായിരുന്നു ഇന്നലെ വരെ. ഇന്ന് രാവിലെ തൊട്ട് തോന്നി നിൽക്കുന്നു നമുക്ക് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാലാവസ്ഥ കൂടി പ്രകൃതി വരെ നമ്മളോട് ഇത്രത്തോളം സഹകരിച്ച് നിൽക്കുന്നത്. അച്ഛന്മാർ ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്ക് വേണ്ടിയുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പുരോഗതി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇതായി എല്ലാവരും അതിനെപ്പറ്റി അന്വേഷിക്കാറുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇതെല്ലാം ചെയ്തു തന്നതിന് യൂസഫലി സാറിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഗാന്ധി ഭവൻ കുടുംബം. നമ്മുടെ വീടിൻ്റെ വാർപ്പ് ഉണ്ടാക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലതാണ് അച്ഛന്മാർക്ക് താമസിക്കുക. അമ്മമാർ തത്തമാർ ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ വാർപ്പാണ്. വളരെ സന്തോഷം. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി യൂസഫ് സാറ് ചെയ്യുന്ന വീടാണ്. ആദരണീയമായ നമ്മുടെ സോമരാജ സാറിൻ്റെ സഹായം കൊണ്ട് ലുലു ഗ്രൂപ്പ് എൻ്റെ ഉടമസ്ഥനുമായ യൂസഫലി അവർക്കും കൂടി ഈ ഗാന്ധി ഭവന് വേണ്ടി നിർമ്മിക്കുന്ന ആ പുതിയ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ ഇന്ന് നടക്കുകയാണ്. ഇന്ന് നമ്മുടെ ആ 20 കോടിയുടെ ബിൽഡിങ് അവിടെ വാർപ്പ് നടക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരുപാട് അച്ഛന്മാർ ഇവിടെ ഉണ്ട്. ഈ ദുരിതങ്ങളിൽ നിന്നാണ് അച്ഛന്മാരെ ആ 20 കോടിയുടെ ബിൽഡിങ്ങിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മാറ്റാൻ പോകുന്നത്. നമുക്ക് 2025 ജൂൺ മാസത്തോടുകൂടി 3 നിലകളുള്ള ബിൽഡിങ്ങാണ്. ഈ 3 നിലകളുടെയും പണികൾ പൂർത്തിയാക്കി അച്ഛന്മാർക്ക് താമസിക്കാനുള്ള താമസയോഗ്യമാക്കി തരുമെന്നാണ് നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്ടേഴ്സും എൻജിനീയേഴ്സും എല്ലാം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ രീതിയിലുള്ള പണികളാണ് അവർ ചെയ്യുന്നത്. ഡെയിലി ഒരു 100-100ഓളം ആൾക്കാർ ഇവിടെ പണി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ബിൽഡിങ്ങിനകത്ത് അച്ഛനമ്മമാർക്ക് താമസിക്കുന്നതിന് പുറമെ ഏറ്റവും മേളത്തെ നിലയിൽ ഒരു 100-400 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഓഡിറ്റോറിയം കൂടെ ചെയ്ത് നൽകുന്നുണ്ട് സാറ്. ഗാന്ധി ഭവൻ്റെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂളാണ് നമ്മൾ ആ കാണുന്നത്. അമ്മമാർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ യൂസഫലി സാർ തന്നെ നിർമ്മിച്ച് നൽകിയ കെട്ടിടത്തിൻ്റെ പിൻഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പിന്നിലായിട്ടാണ് അച്ഛന്മാർക്കായിട്ടുള്ള ബിൽഡിംഗ് പണിയുന്നത്. ഏകദേശം അമ്മമാർക്ക് ബിൽഡിംഗ് 10-16 കോടി രൂപ ചിലവാക്കിയാണ് സാറ് പണിഞ്ഞത്. ഈ ബിൽഡിങ്ങിന് ഏകദേശം 20 കോടി രൂപയോളമാണ് സാറ് ചിലവാക്കുന്നത്. എല്ലാത്തിനും നമ്മൾ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു, സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. പരാധീനതയുടെ വീർപ്പുമുട്ടലിൽ പത്തനാപുരം ഗാന്ധി ഭവൻ ഉഴലുമ്പോഴായിരുന്നു ആ ദൈവത്തിൻ്റെ പ്രതിനിധിയുടെ കടന്നുവരവ്. ആഗോള വ്യവസായിയും കാരുണ്യവാനുമായ MA യൂസഫലി ഗാന്ധി ഭവൻ എന്ന പുണ്യഭൂമിയെ വണങ്ങി വലതുകാൽ വയ്ക്കുമ്പോൾ 1000-ലേറെ അന്തേവാസികളുടെയും 200-ലേറെ സന്നദ്ധ സേവകരുടെയും ഇടനെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു യൂസഫലി എന്ന മനുഷ്യസ്നേഹി. പറഞ്ഞ വാക്കു പാലിച്ച് ഗാന്ധി ഭവന്റെ അമ്മമാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ബഹുനില മാളിക
ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന MA യൂസഫ് അലി എന്ന നാമം ഇന്ന് ഗാന്ധി ഭവനും അവകാശപ്പെട്ടതാണ്. ഗാന്ധി ഭവന്റെ നിത്യപ്രാർത്ഥനയിൽ ആ വിശ്വപൗരനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്, ഗാന്ധി ഭവൻ കുടുംബത്തിന് അഭിമാനവും ആദരവുമായി നൽകുന്ന വിശ്വപൗരൻ നമുക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ആശ്രയമുള്ള ആളാണ്. അപ്പം ഞങ്ങൾ ഉള്ള കാലം ആ മനുഷ്യ ആയുസ് ആരോഗ്യത്തോടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾ അങ്ങേറ്റം ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇത്രയും ഒരു ഭാഗ്യം അവിടെ നിന്ന് തരാനുള്ള ഒരാൾ ദൈവം ഇറങ്ങി വന്ന് നമുക്ക് തരൂല്ലല്ലോ മനുഷ്യനായിട്ട്. ദിനംപ്രതി ഗാന്ധി ഭവന്റെ വാതിലിൽ കരഞ്ഞു വിളിച്ച് സഹായം ചോദിച്ചു വരുന്നവരെ ആശ്വസിപ്പിച്ച് സധൈര്യം സംരക്ഷിക്കാനുള്ള ഊർജമാണ് MA യൂസഫ് അലി ഗാന്ധി ഭവന് പകർന്നു നൽകിയത്. ഇന്ന് MA യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹിയുടെ പേരിലൂടെയാണ് ഗാന്ധി ഭവൻ ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്.